കുടുംബം എന്ന് പറഞ്ഞാല്? നമുക്കറിയാം അല്ലെ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒന്നാണ് എന്ത് എന്നറിയപ്പെടുന്നത് കുടുംബം. നമ്മളൊക്കെ എന്താണ്, ഒരു കുടുംബത്തിൽ പെട്ട ആളുകളാണ്. കുടുംബം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കുക? അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത് എന്നറിയപ്പെടുന്നത്? കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് NIOS സോഷ്യോളജിയിലെ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു ചാപ്റ്റർ 13 ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന അഥവാ കുടുംബം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. I am Vasila from ഹൈബ്രിഡ് ക്യാമ്പസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. എന്താണ് ഫാമിലി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത് എന്നറിയപ്പെടുന്നത്? ഫാമിലി എന്നറിയപ്പെടും. ഫാമിലി അഥവാ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമൂഹത്തിലെ ഈ ഒരു സൊസൈറ്റിയുടെ ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? ഫാമിലി എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ ആരൊക്കെയാണ് കാണപ്പെടുന്നത്? അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത് എന്നറിയപ്പെടുന്നത്? ഫാമിലി എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ് പ്രധാനമായിട്ടും കുടുംബത്തിൽ ഉണ്ടാകുക? ഒരു ചെറിയ ഗ്രൂപ്പാണ് അല്ലേ? അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത് എന്നറിയപ്പെടുന്നത്? കുടുംബം എന്ന് അറിയപ്പെടുന്നത് അല്ലേ? സർവലൗകികമായിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥാപനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? കുടുംബം എന്നറിയപ്പെടുന്നത് അല്ലെ? ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമാണ് കുടുംബം കാണപ്പെടുന്നത് അല്ല. നമുക്കറിയാം ലോകമെമ്പാടും അല്ലെ, ഈ ലോകം എവിടൊക്കെയാണോ ഈ ലോകത്ത് മനുഷ്യരുള്ളത് ആ മനുഷ്യരുള്ള എല്ലാ പ്രദേശങ്ങളിലും അല്ലെ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന ഒരു സർവലൗകികമായിട്ടുള്ള ഒരു അടിസ്ഥാന അല്ലെ സ്ഥാപനത്തെ അല്ലെ ഒരു യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? കുടുംബം എന്നറിയപ്പെടുന്നത്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമൂഹ്യ സ്ഥാപനമാണെന്നും അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് എന്തെന്നറിയപ്പെടുന്ന കുടുംബം എന്നറിയപ്പെടുന്നത്. പിന്നെ എന്താണ് അല്ലെ, സർവലൗകികമായിട്ടുള്ള ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? കുടുംബം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കാം. ആദ്യം ഫസ്റ്റ് വൺ എന്താണ്? സാർവത്രികം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവ്വലൗകികമായിട്ടുള്ള ഒന്നാണ് എന്ത് എന്നറിയപ്പെടും? കുടുംബം എന്ന് അറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? സാർവത്രികമാണ്, എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ്. നെക്സ്റ്റ് വൺ എന്താണ്? സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും എന്തിലുണ്ട്? കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ എന്ന് പറഞ്ഞാലേ സ്നേഹം അല്ലെ, നമുക്കൊരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു എന്താണ്, ഒരു സ്നേഹം അല്ലെ, അവർക്കൊരു ഇമോഷണൽ ബോണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നെന്താണ്? പരിമിതമായ വലിപ്പം. കുടുംബത്തിന്റെ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഒരുപാട് ആളുകളായിരിക്കില്ലല്ലോ കുടുംബത്തിൽ ഉണ്ടാവുന്നത്. ഒരു പരിമിതമായ വലിപ്പമായിരിക്കും കുടുംബത്തിൽ ഉണ്ടാവുക. പിന്നെന്താണ്? സാമൂഹ്യ ഘടനയിൽ ഒരു കേന്ദ്ര സ്ഥാനമാണ് എന്തിനുള്ളത്? കുടുംബത്തിനുള്ളത്. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു കേന്ദ്ര സ്ഥാനമാണ് എന്തിനുള്ളത്? കുടുംബത്തിനുള്ളത്. നെക്സ്റ്റ് എന്താണ്? പെരുമാറ്റ രീതികളെയും സാമൂഹികമായി എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തികളിലെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെയും പെരുമാറ്റ രീതികളെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്ന ഒന്നും കൂടിയാണ് എന്തെന്നറിയപ്പെടുന്നത്? കുടുംബം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ പറഞ്ഞു? സാർവത്രികമാണെന്ന് പറഞ്ഞു, സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും ഉണ്ട്, പരിമിതമായ വലിപ്പം എന്ന് പറഞ്ഞു, സാമൂഹ്യ ഘടന ഒരു കേന്ദ്ര സ്ഥാനമാണ്, പെരുമാറ്റ രീതികളും സാമൂഹ്യ നിയന്ത്രണവും ഏതിലുണ്ട്? കുടുംബത്തിലുണ്ട്. ഇതൊക്കെയാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും ഉണ്ട് കുടുംബത്തിന്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫാമിലിക്ക് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതേപോലെ തന്നെ ഫങ്ഷൻസും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഫങ്ഷൻസ്, അതായത് ഫാമിലിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്നാ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ലൈംഗിക സംതൃപ്തിയിലെ പ്രധാനമായിട്ടും നമ്മൾ സെക്ഷൽ ആയിട്ടുള്ള നീഡ്സിനെ ഏതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? കുടുംബത്തിലൂടെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് സന്താനോൽപാദനം അല്ലെ, നമ്മൾ കുട്ടികളിലെ പ്രധാനമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? കുട്ടികളെ വളർത്തി പരിപാലിക്കൽ. കുട്ടികൾ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ ആ ഒരു കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തി പരിപാലിക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് പാർപ്പിടം നിറവേറ്റൽ. ഒരു ഫാമിലി ഉണ്ടാവും, തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു വീടും സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ്
പാർപ്പിട ആവശ്യം നിറവേറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് സാംസ്കാരിക പ്രസരണത്തിലുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത് എന്നറിയപ്പെടുന്നത് അല്ലെ. സാംസ്കാരികപരമായിട്ടുള്ള പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത് എന്നറിയപ്പെടുന്നത്, കുടുംബം എന്നറിയപ്പെടുന്നത്. പിന്നെന്താണ്, കുടുംബം സാമൂഹ്യവൽക്കരണത്തിലുള്ള ഒരു സംവിധാനമാണ്. കുടുംബം എന്ന് പറയുന്നത് എന്താണ് അല്ലെ, സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയയിലുള്ള സാമൂഹ്യവൽക്കരണത്തിനുള്ള ഒരു സംവിധാനം കൂടിയാണ്. നെക്സ്റ്റ് വണ് പദവി നേടൽ. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ പദവി നേടുന്നതിൽ എന്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലൂടെയാണ് ഓരോ വ്യക്തിയും സമൂഹത്തിൽ ഓരോ പദവികളും നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പദവി നേടൽ. നെക്സ്റ്റ് വണ് സ്നേഹബന്ധം. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം തന്നെയാണ് എന്ത് എന്നറിയപ്പെടുന്നത്, സ്നേഹബന്ധം എന്ന് പറയുന്നത്. ആ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും, സ്നേഹബന്ധം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ഫാമിലിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്പുകളെ പറ്റിയിട്ടാണ്. ടൈപ്സ് ഓഫ് ഫാമിലിയിലെ ഫാമിലിനെ പ്രധാനമായിട്ടും 3 ടൈപ്പുകളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, റെസിഡൻസ്, അതായത് താമസ സ്ഥലം. താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലിയെ 3 എണ്ണാക്കി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലിയെ 3 എണ്ണാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പാട്രി ലോക്കൽ ഫാമിലി. ഒന്നാമത്തെ ഫാമിലിയുടെ പേരാണ് പാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ, വിവാഹശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന, നമ്മുടെ സൊസൈറ്റി നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന ആ ഒരു സംവിധാനമാണ് എന്തെന്നറിയപ്പെടുന്നത്, പാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദമ്പതിമാര്, ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, പാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെക്സ്റ്റ് വൺ ആയിട്ടുള്ള മാട്രി ലോക്കൽ ഫാമിലി. മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, മാട്രി ലോക്കൽ ഫാമിലി. അപ്പൊ പാട്രി ലോക്കൽ ഫാമിലിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നിയോ ലോക്കൽ ഫാമിലി. അപ്പൊ നിയോ ലോക്കൽ എന്തേക്കാരും, പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാല് വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നത്, ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെ പാട്രി ലോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ മാട്രി ലോക്കൽ എന്ന് പറഞ്ഞാല് വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതിനെ മാട്രി ലോക്കൽ എന്ന് പറയുന്നു. അപ്പൊ നിയോ ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്തേക്കാരം നിയോ ലോക്കൽ എന്ന് പറഞ്ഞാൽ, നിയോ ലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ ഒരു പുതിയ വീടെടുത്ത് അവർ സെപ്പറേറ്റ് ആയി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്, നിയോ ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ഒരു പുതിയ വീടെടുത്ത് അവർ ഒറ്റക്ക് താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്ത്, നിയോ ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. ഇതാണ് ഫാമിലിയെ റെസിഡൻസ് അഥവാ താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണാക്കി തരംതിരിച്ചു. ഏതൊക്കെയാണ്, ഒന്നാമത്തെ പാട്രി ലോക്കൽ ഫാമിലി, രണ്ടാമത്തെ മാട്രി ലോക്കൽ ഫാമിലി, മൂന്നാമത്തെ നിയോ ലോക്കൽ ഫാമിലി. നെക്സ്റ്റ് വൺ അധികാരം അഥവാ അതോറിറ്റി. അതോറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 2 എണ്ണാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 എണ്ണാക്കി തരംതിരിച്ചു. ഒന്നാമത്തെയാണ് പാട്രി ആർച്ചൽ ഫാമിലി. പാട്രി ആർച്ചൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, പിതൃ മേധാവിത്വമുള്ള ആ ഒരു കുടുംബമാണ് എന്ത്, പാട്രി ആർച്ചൽ ഫാമിലി. അതായത് പിതാവിന് മേധാവിത്വം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്, പാട്രി ആർച്ചൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ മാട്രി ആർച്ചൽ ഫാമിലി. അതായത് മാതൃ മേധാവിത്വമുള്ള കുടുംബത്തെ എന്തെന്നറിയപ്പെടുന്നു, മാട്രി ആർച്ചൽ ഫാമിലി എന്നറിയപ്പെടുന്നു. അപ്പൊ അവിടെ മാതാവിനേക്കാൾ അധികാരം, മാതാവായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അത് അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്, മാട്രി ആർച്ചൽ ഫാമിലി. അപ്പൊ പാട്രി ആർച്ചൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, പിതാവിന് കൂടുതൽ അധികാരം, പിതാവായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പിതാവിന് അധികാരമുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്, പാട്രി ആർച്ചൽ ഫാമിലി. അപ്പൊ അധികാരം അഥവാ എന്താണ്, അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2 എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പാട്രി ആർച്ചൽ ഫാമിലി, രണ്ടാമത്തെ മാട്രി ആർച്ചൽ ഫാമിലി. നെക്സ്റ്റ് വൺ ആണ് സൈസ്, അംഗങ്ങളുടെ എണ്ണം. അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്, 3 എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാല്, അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾ മാത്രം അടങ്ങിയിട്ടുള്ള ആ ഒരു ചെറിയ ഒരു കുടുംബത്തെ അല്ലെ, വലിപ്പം ചെറിയ ഒരു കുറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയൊരു കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്, അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി എന്നറിയപ്പെടുന്നത്. അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾ മാത്രം അടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയർ ഫാമിലി എന്നറിയപ്പെടുന്നത്.
നെക്സ്റ്റ് വണ് ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകുടുംബം. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം. എന്താണ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം തലമുറയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു വലിയ കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്? ജോയിന്റ് ഫാമിലി എന്നറിയപ്പെടുന്നു, അഥവാ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. എന്താണ്? ഒന്നിലധികം തലമുറ, ഒരു തലമുറയല്ല, പല തലമുറയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ പറയുന്ന പേരാണ് എന്ത് കൂട്ടുകുടുംബം അഥവാ ജോയിന്റ് ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻഡഡ് ഫാമിലി അഥവാ വിസ്തൃത കുടുംബം എന്ന് പറയും. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ? ഇത്തരം കുടുംബങ്ങൾ കാണപ്പെടുന്ന പൊതുവെ ഏത് മേഖലയിലായിരിക്കും? ഗോത്ര സമൂഹങ്ങളിലാണ് ഇത്തരം കുടുംബങ്ങൾ പൊതുവെ കാണപ്പെടുന്നത്. ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കുടുംബം, ഇത്തരത്തിലുള്ള ഒരു ഫാമിലി കാണപ്പെടുന്ന പൊതുവെ എവിടെയാണ്? ഗോത്ര, അല്ലെ, ട്രൈബ്സിന്റെ ഇടയിലായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ മാതാപിതാക്കളുടെ രക്തബന്ധത്തിൽ പെടുന്ന ബന്ധുക്കളും ഒരുമിച്ച് താമസിക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബമാണ് എന്നറിയപ്പെടുന്നത്? എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കളുടെ, അല്ലെ, അവരുടെ അച്ഛൻ അമ്മന്റെയും രക്തബന്ധത്തിൽ പെടുന്ന ആളുകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു കൂട്ടം ജനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതിനെയാണ്, അല്ലെ, ഒരു കൂട്ടത്തെയാണ് എന്നറിയപ്പെടുന്നത്? എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നറിയപ്പെടുന്നത്. അപ്പൊ സേജിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ പ്രധാനപ്പെട്ട ടൈപ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഏതൊക്കെ? റെസിഡൻസിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പാട്രി ലോക്കൽ ഫാമിലി, മാട്രി ലോക്കൽ ഫാമിലി, നിയോ ലോക്കൽ ഫാമിലി. നെക്സ്റ്റ് നമ്മൾ അതോറിറ്റി അഥവാ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 എണ്ണാക്കി തരംതിരിച്ചു. പാട്രിയാർച്ചൽ ഫാമിലിയും മാട്രിയാർച്ചൽ ഫാമിലിയും. ലാസ്റ്റ് ആയിട്ടുള്ള സൈസ് അഥവാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 എണ്ണാക്കി തരംതിരിച്ചു. ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, ദെൻ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് മോണോഗമസും പോളിഗമസും എന്താ നോക്കാം. എന്താണ് മോണോഗമസ് എന്ന് പറഞ്ഞാൽ? ഏക വിവാഹ കുടുംബത്തെയാണ് എന്തറിയപ്പെടുന്നത്? മോണോഗമസ് എന്നറിയപ്പെടുന്നത്. ഈ മോണോഗമസ് എന്നിവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ മാരേജിന്റെ ചാപ്റ്ററിൽ മോണോഗമി പോളിഗമി പഠിച്ചിട്ടുണ്ടായി, ഓർമ്മയല്ലേ? അപ്പൊ ഈ ഒരു മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരാളെ വിവാഹം കഴിക്കുന്ന അതിനെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആ ഒരു വിവാഹത്തെ പറയുന്ന പേരായിരുന്നു മോണോഗമി എന്നറിയപ്പെടുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പോളിഗമി. ഒന്നിലധികം പേര് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെ പറയുന്ന പേരാണ് പോളിഗമി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന മോണോഗമസ് എന്നാണ് ഏക വിവാഹ കുടുംബം. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിച്ച് കുട്ടികളോടൊപ്പം താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുടുംബത്തെ പറയുന്ന പേരാണ് മോണോഗമസ് ഫാമിലി എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തി, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർ കുട്ടികളുമായി താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് മോണോഗമസ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പോളിഗമസ്. പോളിഗമസ് എന്ന് പറഞ്ഞാൽ ബഹുവിവാഹ കുടുംബമാണ്. അതായത് ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരെയോ ഭാര്യമാരെയോ ഒക്കെ വിവാഹം കഴിച്ച് അത്തരത്തിൽ കുടുംബമായി ജീവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് പോളിഗമസ് അഥവാ ബഹുവിവാഹ കുടുംബം എന്നറിയപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒന്നിലധികം ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ ഒക്കെ വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് പോളിഗമസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ് മോണോഗമസ് പറഞ്ഞു, എന്താണ് പോളിഗമസും പറഞ്ഞു. അതും ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഓർത്തു വെക്കുക. നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ദ ഫാമിലി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരേജിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ ഒരു ടോപ്പിക് അതിന് മാരേജിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഫാമിലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കുടുംബത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കുടുംബത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ആധുനിക സമൂഹം, ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റി കുടുംബത്തിന്റെ സ്ട്രക്ചറിൽ അഥവാ കുടുംബത്തിന്റെ ഘടനയിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരേജിൽ മാറ്റം സംഭവിച്ചു, അതെന്തിനെ ബാധിക്കും? കുടുംബത്തിനെ ബാധിക്കും, അല്ലെ? കുടുംബത്തിന് ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചല്ലേ അത് കിങ്ഷിപ്പ് ബന്ധുത്വത്തെ ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അപ്പൊ ഫാമിലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അഥവാ കുടുംബത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ എന്താണ്? ആധുനിക സമൂഹത്തിൽ കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബം എന്ന ഈ ഒരു സാമൂഹ്യ സ്ഥാപനം ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ ആധുനിക സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് കുടുംബത്തിന്റെ വലുപ്പത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. കൂട്ടുകുടുംബം എന്ന വ്യവസ്ഥയിൽ നിന്നില്ലേ, ജോയിന്റ് ഫാമിലി എന്ന വ്യവസ്ഥയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഫാമിലിയായി മാറാൻ തുടങ്ങി? ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബം എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയായി എന്ത് ചെയ്തു? മാറി. അപ്പൊ നഗരവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ ഫലമായി കുടുംബത്തിന്റെ വലുപ്പത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ നിന്നും എന്തിലേക്ക് മാറി? അണുകുടുംബത്തിലേക്ക് മാറിയിട്ടുണ്ട്. പഴയകാല കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ അവർക്കായിരുന്നു എന്തുണ്ടായിരുന്നു? വലിയ പ്രാധാന്യം. അവരായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ആർക്കാണ് പ്രാധാന്യം? വ്യക്തികൾക്ക് പ്രാധാന്യം, വ്യക്തിത്വത്തിന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയായി ജീവിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള കുടുംബങ്ങളൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നു, വിവാഹ രീതികൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഓരോ വ്യക്തിക്കും പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെ പല വ്യക്തികൾ എന്ത് ചെയ്യുന്നില്ല? വിവാഹം കഴിക്കുന്നില്ല. വിവാഹം കഴിക്കാതെ ആയി കഴിഞ്ഞാൽ എന്ത്? കുടുംബം എന്ന് അറിയുന്ന ആ ഒരു ഇത് ആ ഒരു സ്ഥാപനമാണ് എന്ത് ചെയ്യാൻ നിലനിൽക്കാതെ നിലനിൽക്കുന്നില്ല. ആ ഒരു കുടുംബം എന്ത് ചെയ്യാൻ? നശിച്ചു പോവുക ചെയ്യുന്നത്. കുടുംബം ഇല്ലെങ്കിൽ ഒരു തലമുറയാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നശിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവാഹം സമൂഹത്തിൽ എന്ത് കൂടുതൽ ഉയർന്നു വരാൻ തുടങ്ങി? വിവാഹ മോചനങ്ങളൊക്കെ സാധാരണയായി മാറാൻ തുടങ്ങി. എന്തെങ്കിലും ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത് വിവാഹ മോചനത്തിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ ആകാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ എന്തിലേക്ക് ഇടയാക്കി? കുടുംബത്തിന്റെ സ്ട്രക്ചർ കുടുംബത്തിന്റെ ആ ഒരു ഘടന എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്ട്രക്ചർ നശിച്ചു പോകുന്നതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ആധുനിക സൊസൈറ്റിയിൽ കുടുംബം എന്ന ആ ഒരു സ്ട്രക്ചറിൽ, കുടുംബം എന്ന ആ ഒരു സാമൂഹ്യ സ്ഥാപനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷന്റെയും അർബണൈസേഷൻ, വെസ്റ്റേൺ കൾച്ചർ, മോഡേൺ എഡ്യൂക്കേഷന്, ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, ടെൻഷൻ ഇൻ ഫാമിലി, ഇതൊക്കെ കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ട്? കുടുംബത്തിന്റെ സ്ട്രക്ചറിൽ, കുടുംബത്തിന്റെ കൾച്ചറിൽ, കുടുംബത്തിന്റെ ഫംഗ്ഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ ഇതാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്? എന്താണ് ഫാമിലി എന്ന് പഠിച്ചു, ഫാമിലിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ ഏതൊക്കെ നോക്കി, ഫങ്ഷൻസുകൾ നോക്കി, പിന്നെ ടൈപ്സ് ഓഫ് ഫാമിലി എത്ര ടൈപ്സ് ഉണ്ട് റെസിഡൻസ്, അതേപോലെ അതോറിറ്റി, ദെൻ സൈസ്, ദെൻ നമ്മൾ എന്താണ് മോണോഗമസ് നോക്കി, പോളിഗമസ് നോക്കി, ലാസ്റ്റ് വണ്ണം നമ്മൾ നോക്കിയിട്ടില്ല ചേഞ്ചസ് ഇൻ ഫാമിലി, ഫാമിലിന്റെ ആ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞ ഈ ഒരു സാമൂഹ്യ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്തൊക്കെയാണ് നമുക്ക് നോക്കി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ ഫാമിലി എന്ന ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് മേഡ് അപ്പ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് their unmarried children. This ടൈപ്പ് ഓഫ് ഫാമിലി ഈസ് സ്മാൾ സൈസ് അതായത് ഹസ്ബൻഡും വൈഫും അവരുടെ വിവാഹം കഴിക്കാത്ത അൺമാരീഡ് ആയിട്ടുള്ള ചിൽഡ്രൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു സ്മാൾ സൈസ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത്, ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് എന്ത് ഫാമിലിയാണ്? അത്തരത്തിലുള്ള ഫാമിലിയെ പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയർ ഫാമിലി. അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും മാത്രം അടങ്ങിയിട്ടുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഏർലി കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. അതായത് ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. കുട്ടികളെ കെയർ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നതും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ് അഥവാ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ട്രൂ? നമുക്കറിയാം, നമ്മൾ ഫാമിലിയുടെ ഫങ്ഷൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പരിപാലിക്കലൊക്കെ എന്താണ് ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അഥവാ ധർമ്മത്തിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മദർ ഈസ് എ സുപ്രീം അതോറിറ്റി ഇൻ ദ ഡാഷ് ഫാമിലി. ഒരു ഫാമിലിയിൽ മദറിന് കൂടുതൽ അധികാരം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്? മാട്രിയാർച്ചൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ദ ന്യൂലി മാരീഡ് വൈഫ് ലീവ്സ് ഹെർ പാരന്റ്സ് ഹൗസ് ആൻഡ് ഗോസ് ടു റിസൈഡ് വിത്ത് ഹെർ ഹസ്ബൻഡ്സ് പാരന്റ് ഇൻ ദെയർ ഹൗസ് അതായത് വിവാഹിതരായിട്ടുള്ള, ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് അവരുടെ
അല്ലെ അവരുടെ വീട്ടിൽ നിന്നും പോന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ അല്ലെ കല്യാണം കഴിച്ചതിന് ശേഷം താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരെന്താണ്? പാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നു അല്ലെ. അതായത് വിവാഹം കഴിച്ച ആ ഒരു അല്ലെ പെൺകുട്ടി, ആ ഒരു വൈഫ് അവന്റെ അല്ലെ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്? പാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫാമിലി ഇൻ വിച്ച് ഫാദർ ഈസ് എ ഫോർമൽ ഹെഡ് ആൻഡ് ദ റൂളിംഗ് പവർ ഇൻ ദ ഫാമിലി. അതായത് ഒരു ഫാമിലിയിൽ ഫാദറിനാണെങ്കിൽ കൂടുതൽ അധികാരം, അദ്ദേഹത്തിനാണ് കൂടുതൽ റൂളിംഗ് പവറുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്? പാട്രിയാർച്ചൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേറെ പേഴ്സൺ ക്യാൻ മാരി മോർ ദാൻ വൺ വൈഫ് ഓർ ഹസ്ബൻഡ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് അല്ലെ. അതായത് ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയൊക്കെ വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്? പോളിഗമസ് ഫാമിലി എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോമൺ റെസിഡൻസ് ഈസ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലിയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത് ഈ ഒരു കോമൺ റെസിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചത്, അഥവാ ശരിയാണോ തെറ്റാണോ ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൽ എന്തുണ്ട്? പല തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ അഥവാ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ദ മാരീഡ് കപ്പിൾ റിസൈഡ് ഇൻ ദ വൈഫ് പാരന്റൽ റെസിഡൻസ് സച്ച് then such families are no ഡാഷ് ഫാമിലി. അതായത് വിവാഹം കഴിച്ച ആ ഒരു കപ്പിൾസ് വൈഫിന്റെ പേരൻസ് അല്ലാതെ വൈഫിന്റെ വീട്ടിൽ താമസിക്കുകയാണ് അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ കുടുംബത്തെ പറയുന്ന പേരാണ് എന്ത്? മാട്രി ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ദ ന്യൂലി വെഡഡ് കപ്പിൾ സെറ്റപ്പ് എ ന്യൂ ഹോം ഇൻഡിപെൻഡന്റ് ഫ്രം എയ്തർ ഓഫ് ദി പാരന്റ് അല്ലെ. പാരന്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയി അവർ പ്രത്യേക ഒരു പ്രദേശത്ത് പോയിങ്ങാണ്ട് അവർ ഇൻഡിപെൻഡന്റ് ആയി താമസിക്കുകയാണ് അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്? നിയോ ലോക്കൽ ഫാമിലി എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫാമിലി ഇൻ വിച്ച് മദർ ഈസ് ഫ്രം കൺട്രോൾ ഫിഗേഴ്സ് ആൻഡ് ഹെർ അതോറിറ്റി ഈസ് എ സുപ്രീം. അതായത് ഈ ഒരു ഫാമിലി മദറിനാണ് കൂടുതൽ അധികാരം, അല്ലെങ്കിൽ മദറാണ് എല്ലാ കാര്യം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിയെ പറയുന്ന പേരാണ് എന്ത്? മാട്രി ആർച്ചൽ ഫാമിലി എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്റർ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മൾ നോക്കുന്ന ഈ ഒരു ചാപ്റ്റർ വരാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ഈസ് ഫാമിലി? എന്താണ് ഫാമിലി എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി? ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ഫാമിലി ഫേസ് ഇൻ ദ കണ്ടംപററി സൊസൈറ്റി? ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സമകാലിക സമൂഹത്തിൽ അല്ലെ ഫാമിലി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ പ്രധാനപ്പെട്ട ടൈപ്പുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാമിലി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഇതിൽ നമ്മൾ ഫാമിലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന്റെ ഫങ്ഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്പുകൾ, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഫാമിലികൾ, ലാസ്റ്റ് ഫാമിലി വന്നിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളതും ഈ ഒരു ചാപ്റ്ററിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് കൃത്യമായ രീതിയിൽ കാണുക. അപ്പോൾ ഇതിന്റെ മുന്നെടുത്തിട്ടുള്ള അല്ലെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിന്റെ മുന്നെടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും കൃത്യമായ രീതിയിൽ കാണുക. അതുപോലെ തന്നെ എന്താണ് അല്ലെ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവരും കൃത്യമായ രീതിയിൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.